നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. മാക്രോണും എർദുഗാനും ചേർന്നുകൊണ്ട് പുതിയൊരു അച്ചുതണ്ട്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സൗദി അറേബ്യ. ജൂലൈ മാസത്തിൽ ഇസ്രായേലിനുണ്ടായ നഷ്ടങ്ങൾ. നമുക്ക് ആദ്യം പോകേണ്ടത് ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും അതുപോലെ തന്നെ എർദുഗാനും ചേർന്നുകൊണ്ട് പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നുണ്ടോ എന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അടുത്തിടെയാണ് ഫ്രാൻസ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചുകൊണ്ട്, അതായത് പാലസ്തീനെ ഫ്രാൻസ് ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുന്നു എന്നൊരു പ്രസ്താവന ഫ്രാൻസ് നടത്തിയത് ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെയാണ്. കറക്റ്റായി പറഞ്ഞാൽ ജൂലൈ 24-ന് ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ ഫ്രാൻസ് പാലസ്തീനെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. മേഖലയിൽ സമാധാനം അത് കൈവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നും അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഫ്രാൻസിന്റെ ഇത്തരമൊരു നിലപാടിനെതിരെ അമേരിക്കയും ഇസ്രയേലും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ തയ്യബ് എർദുഗാൻ, അതായത് തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തയ്യബ് എർദുഗാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള മാക്രോണിനെ ടെലിഫോണിൽ വിളിക്കുന്നത്. ഗസയെക്കുറിച്ചും ഗസയിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമാണ് ഈ രണ്ട് ലോക നേതാക്കൾ ടെലിഫോണിലൂടെ സംസാരിച്ചത്. ഈ ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ തന്നെ എർദുഗാൻ ഈ ഫ്രാൻസിന്റെ നടപടിയെ, അതായത് പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ച ഈ ഒരു നടപടിയെ പ്രശംസിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നിരവധി മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, മാക്രോൺ പറയുന്ന കാര്യങ്ങൾ അത്ര കണ്ട് കാര്യമാക്കണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ആര് പറയുന്ന കാര്യങ്ങളാണ് ലോകം കാര്യമായി എടുക്കാത്തതെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. എർദുഗാനും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള മാക്രോണും ചേർന്നിട്ടുള്ള ഒരു അച്ചുതണ്ട് ഇസ്രായേലിനെതിരെ രൂപപ്പെടുമോ എന്നൊരു സൂചന, അങ്ങനെ ഒരു സൂചന പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൂട്ടുകെട്ട് വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുമോ അതോ ഇത് താൽക്കാലികമായിട്ട് മാത്രമാണോ സംഭവിക്കുന്നത് എന്ന രീതിയിലെല്ലാം തന്നെ പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കൂട്ടുകെട്ടിന്റെ ഭാവി അത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ഇസ്രായേലിനൊരു ഭീഷണിയായി നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി നിൽക്കുന്ന രീതിയിൽ ഒരു അച്ചുതണ്ടായിട്ട് ഇവർ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സംശയമാണ്. കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം, ഇപ്പോൾ ഫ്രാൻസിനായിക്കോട്ടെ തുർക്കിക്കായിക്കോട്ടെ, അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള രാജ്യത്തിൻ്റെ താല്പര്യങ്ങളുണ്ട്. സോ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇത് മുന്നോട്ട് പോയേക്കാം. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അത് സൗദി അറേബ്യയിൽ നിന്നാണ്. അമേരിക്കയുടെ സുഹൃദ് രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ, ഞാൻ സുഹൃദ് രാജ്യം എന്ന് പറയുമ്പോൾ വാണിജ്യപരമായിട്ടുള്ളൊരു സൗഹൃദം, അതാണ് സൗദി അറേബ്യയും അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതലുള്ളത്. മിലിറ്ററി പരമായി നോക്കിയാലും തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ സൗദി അറേബ്യ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു പുതിയ റിപ്പോർട്ട് പറയുന്നത് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ സൗദിയോട് അമേരിക്ക പറഞ്ഞത് ഇറാനെതിരായി നിൽക്കണമെന്നാണ്. അതായത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഇറാനെതിരെ തിരിയുകയും വേണം എന്നാണ് സൗദിയോട് അമേരിക്ക പറഞ്ഞത്. എന്നാൽ സൗദി ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ, അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിർദ്ദേശങ്ങളും സമ്മർദ്ദങ്ങളും അത് തള്ളിക്കളഞ്ഞു എന്നാണ് ഈ ഒരു റിപ്പോർട്ട്, ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. അമേരിക്ക പറഞ്ഞത് സൗദി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. ചുമ്മാ തങ്ങ് സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, തങ്ങളുടെ പക്കലുള്ള, അതായത് സൗദിയുടെ പക്കലുള്ള ഥാഡ് മിസൈൽ സംവിധാനങ്ങൾ അത് ഈ ഒരു യുദ്ധ സമയത്ത് ഇസ്രായേലിന് നൽകണമെന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇത് സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന മാധ്യമമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും സൗദി ഇത്തരം ആവശ്യങ്ങൾ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സൗദിക്ക് നിരവധി എയർ ഡിഫൻസ് സംവിധാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഥാഡ് മിസൈൽ സംവിധാനം. ഇത് സൗദി അമേരിക്കയിൽ നിന്ന് വാങ്ങിയത് സൗദിയുടെ സുരക്ഷയ്ക്കാണ്. ഈ ഒരു സംവിധാനമാണ് ആ ഒരു യുദ്ധ സമയത്ത് ഇസ്രായേലിന് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇസ്രായേലിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സംശയം അവിടെ തന്നെ വരുന്നുണ്ട്. അതായത് ഇസ്രായേലിന് ആ ഒരു സമയത്ത്, ആ ഒരു യുദ്ധ സമയത്ത് വേണ്ട രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളോ മിസൈലുകളോ അത്തരം സംവിധാനങ്ങളുടെ എല്ലാം കുറവുണ്ട് എന്നൊരു റിപ്പോർട്ട് ഇതിനു മുമ്പ് പബ്ലിഷ് ആയിരുന്നു. അതിനെ അടിവരയിടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് സൗദിയോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഥാഡ് മിസൈൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് കൊടുക്കുക എന്ന്.
അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മളീ പറയുന്നത് ലോകശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ്. എന്നാൽ സൗദി ഇത്തരം ആവശ്യങ്ങൾ, അതായത് ഇസ്രയേലിന് ഈ ഒരു ഡിഫൻസ് സിസ്റ്റം കൊടുക്കണമെന്നുള്ള ആവശ്യം, അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സൗദി പ്രിൻസായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ഇറാനെതിരെ തിരിയില്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അമേരിക്ക പറയുന്നത് ഇറാൻ ഇസ്രയേലിന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്ക് മൊത്തം ഭീഷണിയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ സൗദി ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുത്തില്ല. അതിനിടെ മറ്റൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ജൂലൈ മാസത്തിൽ ഏകദേശം 16ഓളം സോൾജേഴ്സിനെ, സൈനികരെ ഇസ്രയേലിന് നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൂലൈ 8 ബെയ്റ്റ് ഹനൂനിൽ നടന്ന ഒരു ആക്രമണം. ഈ ഒരു ആക്രമണത്തിൽ 5 സൈനികരാണ് ഇസ്രയേലിന് നഷ്ടപ്പെട്ടത്. മറ്റൊരു ആക്രമണം എന്ന് പറയുന്നത് ഗസ സ്ട്രിപ്പിൽ നടന്ന ഒരു ആക്രമണമാണ്. അതിൽ 7 ഇസ്രയേലി സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഈ 2 സംഭവങ്ങളാണ് ഈ ഒരു മാസം, ജൂലൈ മാസത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇത് സംബന്ധിച്ചൊരു ഡീറ്റെയിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും ഇസ്രയേലി സേനയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത്, നമുക്കറിയാം ഈ ഒരു ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും തമ്മിൽ അത്ര കണ്ട് നല്ല രീതിയിലല്ല ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അവർക്കിടയിൽ കുറേയധികം ഡിഫറൻസുകൾ വന്നു കഴിഞ്ഞു. അതായത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിപരീതമായിട്ട് സിറിയയിൽ ആക്രമണം നടത്തിയ, അതായത് അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അവിടെ കൊണ്ട് സിറിയയിൽ കൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിന്. എന്നാൽ അമേരിക്ക പോലും അറിയാതെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് അമേരിക്ക തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും ട്രംപിന് ഈ ഒരു കാര്യത്തിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നേരത്തെയും ആ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അത് വളരെയധികം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ ഇത്തരം നടപടികൾ ട്രംപിന്റെ സപ്പോർട്ടർമാർക്ക്, അതായത് ട്രംപിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കിടയിൽ വരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇത്തരം കുറേയധികം സപ്പോർട്ടേഴ്സ് അവരുടെ ഒരു പ്രതിഷേധം അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ചോദിക്കുന്നത് ഇസ്രയേലിനെ എന്തിന് സഹായിക്കണം, കാരണം ഞങ്ങൾ കൊടുക്കുന്ന, അതായത് അമേരിക്കൻ പൗരന്മാർ കൊടുക്കുന്ന ടാക്സ് മണി എടുത്തിട്ടാണ് ഇസ്രയേലിനെ അമേരിക്ക സഹായിക്കാൻ പോകുന്നത്. അത്തരം ടാക്സ് മണികളെല്ലാം തന്നെ അമേരിക്കക്കാർക്ക് വേണ്ടി ചെലവാക്കേണ്ടതാണ്. അത് മറ്റൊരു രാജ്യത്തിന് കൊടുക്കരുത് എന്ന രീതിയിലെല്ലാമാണ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇതിനെതിരെ പ്രതികരിക്കുന്നത്.